ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, താഴെപ്പാലം, തിരൂർ. കാവലക്കാട് ടൗണിൽ നിർത്തിയിട്ട വിദ്യാർത്ഥികളുടെ സൈക്കിളുകൾ മോഷണം പോയി. വെള്ളിയാഴ്ചയാണ് സംഭവം. പടിഞ്ഞാറക്കര സ്വദേശികളായ വിദ്യാർത്ഥികളുടേതാണ് സൈക്കിൾ. ഒരു വിദ്യാർത്ഥിക്ക് നാട്ടുകാർ സമ്മാനമായി നൽകിയ സൈക്കിളും മറ്റൊരാൾ ലോണിൽ വാങ്ങിയ സൈക്കിളുമാണ് പട്ടാപ്പകൽ മോഷണം പോയത്. സംഭവത്തിൽ രക്ഷിതാക്കൾ തിരൂർ പോലീസിൽ പരാതി നൽകി. പടിഞ്ഞാറക്കര സ്വദേശിയായ വെട്ടം കുഞ്ഞുമാക്കാനകത്ത് നവാസിന്റെ മകൻ നാഷിദിന്റെയും മൂളക്കൽ മുജീബിന്റെ മകൻ മുഹമ്മദ് റൈഹാന്റെയും ഉടമസ്ഥതയിലുള്ള സൈക്കിളുകളാണ് വെള്ളിയാഴ്ച പകൽ കാവലക്കാട് ടൗണിൽ നിന്ന് മോഷണം പോയത്. ഞങ്ങളിവിടെ വെള്ളിയാഴ്ച ഇവിടെ 9 മണിക്ക് സൈക്കിൾ എടുത്തിട്ടിരുന്നു. സൈക്കിൾ പിന്നെ വൈകുന്നേരം 4:50 ആകുമ്പോൾ വന്ന് നോക്കിയപ്പോൾ സൈക്കിൾ തന്നെയാണ്. ആരാ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇത്ര ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ വെള്ളത്തോട് സ്കൂളിലാണ് പഠിക്കുന്നത്, 7ാം ക്ലാസ്സിൽ. ആ രാവിലെ 9 മണിയോടെ കാവലക്കാടുള്ള ചായക്കടയോട് ചേർന്നുള്ള ഭാഗത്താണ് ഇരുവരും സൈക്കിൾ നിർത്തിയിടാറ്. വൈകിട്ട് സ്കൂൾ വിട്ട് തിരിച്ചു വന്ന സമയത്ത് നോക്കിയപ്പോഴാണ് സൈക്കിൾ മോഷണം പോയതായി വിവരമറിഞ്ഞത്. നാഷിദ് വള്ളത്തോൾ AP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് റൈഹാൻ പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇരുവരും സൈക്കിൾ കാവലക്കാട് നിർത്തിയിട്ട ശേഷം ബസ്സിനാണ് സ്കൂളിൽ പോയിരുന്നത്. മുഹമ്മദ് റൈഹാന്റെ പിതാവ് മുജീബ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. പ്രദേശവാസികൾ പണം സ്വരൂപിച്ചാണ് മുഹമ്മദ് റൈഹാന് സൈക്കിൾ വാങ്ങി നൽകിയത്. ഞാൻ സ്കൂള് 4 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ വിട്ടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ സൈക്കിളൊന്നും കാണില്ല. ഇത്ര ദിവസമായിട്ട് ഞങ്ങൾക്ക് ആരാന്ന് പോലെ അറിഞ്ഞിട്ടില്ല. നാഷിദ് ലോൺ എടുത്താണ് സൈക്കിൾ വാങ്ങിയത്. നിർധരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. സംഭവത്തിൽ രക്ഷിതാക്കൾ തിരൂർ പോലീസിൽ പരാതി നൽകി. തിരുസിഐ അനിൽ ടി മേപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ അന്വേഷിച്ച് പരിശോധന നടത്തി വരികയാണ്.